ഹലോ എവരിവൺ, നമുക്കിന്ന് സിമ്പിളായിട്ടുള്ളൊരു സോയാബീൻ കറി ഉണ്ടാക്കിയാലോ. ഇത് സോയാബീൻ കറിയോ റോസ്റ്റോ എന്ത് വേണമെങ്കിലും പറയാം. നമ്മൾ ഫസ്റ്റ് തന്നെ ഓയിലും ചൂടാക്കാൻ വെക്കുക. എന്നിട്ട് ഒരു പട്ട, ഒരു ഏലക്ക, അതുപോലെ പെരിഞ്ജീരകം ഇത് ഇത്ര ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ എന്നിട്ട് ജസ്റ്റ് അതൊന്ന് ചൂടായി വന്നിട്ട് ഈ പെരിഞ്ജീരകം ഒന്ന് പൊട്ടി വരുമല്ലോ, അപ്പോഴത്തേന് കുറച്ച് കറിവേപ്പിലയും ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഞാനത് പേസ്റ്റ് ആക്കിയിട്ടില്ല, ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തൊന്ന് എടുത്തിട്ടേ ഉള്ളൂ. അതൊരു ഇട്ട് കൊടുത്തിട്ട് നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. സവാള ഇട്ട് കൊടുത്ത് ജസ്റ്റ് ഒന്ന് ഇളക്കിയെടുക്കുക. എന്നിട്ട് നമ്മൾ പച്ചമുളക് ഇട്ട് കൊടുക്കും. പച്ചമുളക് നമ്മുടെ ആവശ്യത്തിന് എരിവിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. ഇവിടെ എരി അധികം ആരും കൂട്ടത്തില്ല, അതുകൊണ്ട് ഒരെണ്ണം ഇട്ട് കൊടുത്തിട്ടുള്ളൂ. അങ്ങനെ അതൊന്ന് ജസ്റ്റ് ഒന്ന് വഴണ്ടി വരുമ്പോൾ നമുക്ക് കുറച്ച് തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ സോയാബീൻ ഉണ്ടല്ലോ, ജസ്റ്റ് നേരത്തെ ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ. ഉപ്പിട്ടിട്ട് വെള്ളത്തിലിട്ടൊന്ന് വേവിച്ചെടുക്കുക ഒരു 5 മിനിറ്റ്. പിന്നെ നമ്മൾ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, അതുപോലെ തന്നെ ഗരം മസാല ഇട്ട് കൊടുക്കാം. ഇനി നിങ്ങൾക്ക് ഗരം മസാലയ്ക്ക് ഒരു ചിക്കൻ മസാല വേണേൽ അതും ഇട്ട് കൊടുക്കാം, നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ നമുക്ക് ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. പിന്നെ നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള സോയാബീൻ ഇട്ട് കൊടുത്താൽ നമ്മുടെ കറി ഇവിടെ റെഡിയായി. അപ്പോൾ അത്രയും